ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അകന്നിരിക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് അവരിപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് വാലിഡ് ആയിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടേതായിട്ട് തോന്നുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം കാണുക. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ. ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നപ്പോൾ ഏതൊരു രീതിയിലായിരുന്നാലും ഇപ്പോൾ ഈ പേഴ്സൺ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അവരിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഈ പേഴ്സണുണ്ട്. അതുപോലെ ഇവർ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായി ഇടപഴകുന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്താണെങ്കിലും മറ്റുള്ളവരുമായി ഒത്തിരി കമ്മ്യൂണിക്കേഷൻ വരുന്ന തരത്തിലുള്ള ഒരു ജോബാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ, ഇവരുടെ ഡിസിഷനാണ് ഇവർ എല്ലാ കാര്യത്തിലും ഫൈനലായിട്ട് ചൂസ് ചെയ്യുന്നത്. ഏത് കാര്യത്തിലും മറ്റുള്ളവരോട് അഡ്വൈസൊക്കെ ചോദിക്കുമെങ്കിലും ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ സാമ്പത്തിക നില നോക്കുമ്പോൾ അവരൊരു അത്യാവശ്യം ബാലൻസായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഫൈനാൻഷ്യലി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നെങ്കിലും ഇപ്പോൾ സാമ്പത്തിക ഉയർച്ച വന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫെയിമുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യക്തി കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്ക് കുറച്ച് അഹങ്കാരമുള്ള ഒരു പേഴ്സണൊക്കെ ആയിരിക്കാം. അതുപോലെ ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതെന്തൊക്കെയാണെന്ന്, അവരുടെ അംബീഷൻ എന്താണെന്നൊക്കെ. ഓരോ വ്യക്തികൾക്കും ഓരോരോ കാര്യങ്ങളുണ്ടായിരിക്കും. ചിലർക്ക് സമൂഹത്തിലൊരു ഫെയിം നേടിയെടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ജോബിലുള്ള പ്രോഗ്രസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതായിരിക്കാം, അങ്ങനെ എന്തുമാകാം. അല്ലെങ്കിൽ വിദേശത്തൊരു നല്ല ജോലി നേടിയെടുക്കുക എന്നതായിരിക്കാം. ഇവരുടെ ആ കുറേ നാളായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ബാക്കിലേക്ക് നിൽക്കുന്ന അവസ്ഥയാണ്. അത് ചിലപ്പോൾ ഇവരുടെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം മതി നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാകാം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവർ ആലോചിക്കുന്നുണ്ടെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതായത് ഇവിടെ ഈ പേഴ്സണ് നിങ്ങളുമായ റിലേഷനിൽ വരണമെങ്കിൽ ചില കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതിപ്പോൾ എന്ത് കാര്യവുമാകാം. ചിലപ്പോൾ സൊസൈറ്റിയിൽ അവർക്കുള്ള ഒരു ഫെയിം ആയിരിക്കാം ഉപേക്ഷിക്കേണ്ടി വരേണ്ടത്. ചിലപ്പോൾ എക്സ്ട്രാ മാരൈറ്റൽ റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ ആ ഒരു തരത്തിൽ ആയിരിക്കാം. കുറേ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ. ഇതൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് സ്നേഹമുണ്ട്. പക്ഷേ ഇവരതിനേക്കാൾ ഉപരിയായി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അതായത് ഹൃദയം പറയുന്നതിനല്ല അവർ വില കൊടുക്കുന്നത്, ബ്രെയിൻ പറയുന്നതിനാണ്. ചിലപ്പോൾ നിങ്ങൾ നേരെ തിരിച്ചായിരിക്കാം. ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയാലും ഈ ഒരു പേഴ്സൺ തന്നെയാണ് എൻ്റെ ആളെന്ന് വിചാരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ പ്രാക്ടിക്കലാണ്. എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു കണ്ണ് നിങ്ങളിലാണെന്ന് പറയാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏത് രീതിയിലാണ് ലൈഫൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ അവരെയും കമ്പയർ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവരെക്കാളും മുകളിലേക്ക് പോകുന്നതൊന്നും ഈ പേഴ്സണ് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ മറ്റു ചില റിലേഷൻഷിപ്പൊക്കെ എടുത്തു നോക്കുമ്പോൾ പാർട്ട്നേഴ്സിന് ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അവർ ഉയർന്നോട്ടെ, അല്ലെങ്കിൽ അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന വ്യക്തികളുമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നിങ്ങൾ അവരെക്കാളും ഒരുപടി ഉയരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ജലസി ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. ആത്മപ്രശംസ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ നല്ലൊരു
ടേംസിലല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്തൊരു പൊസസീവ്നെസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അടുക്കുക, അവരെക്കാൾ അധികം ഒരു സ്ഥാനം മറ്റാർക്കെങ്കിലും കൊടുക്കുക, ഇതൊന്നും ഈ പേഴ്സണ് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കില്ല. നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ പോലും കൂടുതലായിട്ട് മറ്റാരോടെങ്കിലും മിണ്ടിയതിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തതിനൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടാകാം. അവർക്ക് ഇപ്പോഴും അങ്ങനെ ഒരു നേച്ചറുണ്ട്. അവർക്ക് വളരെയധികം പൊസസീവ്നെസ് ആണ് നിങ്ങളോട്. നിങ്ങൾ മറ്റാരെങ്കിലുമായി ഒരു റിലേഷൻഷിപ്പിലായി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പക്ഷേ അതേസമയം അവർക്കുള്ള ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പോകില്ല, ഇവരെ പെട്ടെന്ന് മറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. അങ്ങനെ മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഓർമ്മകളൊക്കെ ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഒരു ഓവർ കോൺഫിഡൻസ് ആണ് അവർക്കുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സിറ്റുവേഷൻസ്, എനർജീസ്. ഇതെല്ലാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായി റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയിക്കുക. ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് തോന്നുന്നുവെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്